നമസ്കാരം. 2005 ജൂൺ 5 വൈകുന്നേരം 5 മണി ദില്ലിയിലെ പാലം എയർപോർട്ട്, അവിടെയുള്ള എയർഫോഴ്സിന്റെ റൺവേയിൽ ഒരു സ്പെഷ്യൽ വിമാനം കാത്തുകിടക്കുകയാണ്. ആസാമിൽ നിന്നുള്ള പാരാട്രൂപ്പേഴ്സിന്റെ സ്പെഷ്യൽ ഫോഴ്സിനെ കൊണ്ട് ആ വിമാനം ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലേക്ക് പോകാൻ പോവുകയാണ്. കോങ്കോ റിപ്പബ്ലിക്കിൽ ആഭ്യന്തര കലാപം തുടങ്ങിയിട്ട് കാലം കുറേയായി. ആ കലാപം അടിച്ചമർത്താനായി ഐക്യരാഷ്ട്രസഭ ഒരു പ്രത്യേക സേനയെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഐക്യരാഷ്ട്രസഭയുടെ സേനയിൽ ഇന്ത്യൻ സേനാംഗങ്ങളും അംഗങ്ങളാണ്. ആ സേനയുടെ ഭാഗമാകാനായിട്ടാണ് ആസാമിൽ നിന്നുള്ള പാരാട്രൂപ്പേഴ്സിന്റെ സ്പെഷ്യൽ ഫോഴ്സിലെ ആ 100-അംഗ ടീം റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് അവരുടെ ബോർഡിംഗ് തുടങ്ങാറായ ആ നിമിഷത്തിൽ പെട്ടെന്ന് അവർക്ക് അവരുടെ കമാൻഡിംഗ് ഓഫീസറായ ഓസ്കാർ ഡെൽറ്റയിൽ നിന്ന് ഒരു കോള് വന്നു. അദ്ദേഹം വിളിക്കുന്നത് മണിപ്പൂരിലെ ഇംഫാലിൽ നിന്നാണ്. അവരോട് അവരുടെ യാത്ര റദ്ദ് ചെയ്യാനും തിരിച്ച് ഇംഫാലിലേക്ക് വരാനുള്ള ഉത്തരവാണ് ഓസ്കാർ ഡെൽറ്റ കൊടുത്തത്. ലഫ്റ്റനന്റ് കേണൽ ഓസ്കാർ ഡെൽറ്റ അങ്ങനെ ആ പാരാട്രൂപ്പേഴ്സിനോട് ആവശ്യപ്പെടാൻ ഒരു കാരണമുണ്ട്. അന്ന് രാവിലെ 8:30 മണിക്ക് ഇംഫാലിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇന്ത്യൻ സേനയുടെ 18 ജവാന്മാർ ഒളി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അവരെ ഒളി ആക്രമണത്താൽ കൊലപ്പെടുത്തിയത് മണിപ്പൂരും നാഗാലാൻഡും ബേസ് ചെയ്തുകൊണ്ട് പ്രത്യേക നാഗാലാൻഡിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില കലാപകാരികളാണ്. ആ ഒളി ആക്രമണം നടത്തിയതിനു ശേഷം അവർ അതിർത്തി കടന്ന് മ്യാൻമാറിലേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ വിവരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിമിഷത്ത് തന്നെ പരിക്കേറ്റ ഭടന്മാരെ ഒളി ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ആ ഒളി ആക്രമണത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആർമിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും എത്തിയിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആ തീരുമാനത്തിന്റെ ഫലമായിട്ട് ബംഗ്ലാദേശിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പോകാൻ തീരുമാനിച്ചിരുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യാത്ര റദ്ദാക്കി. അദ്ദേഹം ദില്ലി തുടരുകയാണ്. അതുപോലെ തന്നെ സൈനിക കരാർ സംസാരിക്കാനായി UK പോകാൻ തീരുമാനിച്ചിരുന്ന ആർമി ചീഫ് ദിൽബീർ സിംഗും അദ്ദേഹത്തിന്റെ യാത്ര റദ്ദാക്കി. യാത്ര റദ്ദാക്കിയ അജിത് ഡോവലും ആർമി ചീഫ് ദിൽബീർ സിംഗും ദില്ലിയിൽ നിന്ന് ഇംഫാലിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അതിശക്തമായ ഒരു തിരിച്ചടി കലാപകാരികൾക്ക് കൊടുക്കണമെന്ന് ആർമി തലവനോട് ഗവൺമെന്റ് വ്യക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ദിൽബീർ സിംഗ് ദില്ലിയിൽ നിന്ന് ഇംഫാലിലേക്ക് തിരിച്ചത്. അതേസമയത്ത് ഇംഫാൽ കേന്ദ്രമാക്കിക്കൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്താണ്. നമ്മുടെ വിലപ്പെട്ട 18 ജവാന്മാരെ കൊലപ്പെടുത്തിയ ആ കലാപകാരികളെ കണ്ടെത്തി അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള നിർദ്ദേശമാണ് ലഫ്റ്റനന്റ് കേണൽ ഓസ്കാർ ഡെൽറ്റയ്ക്ക് ബിപിൻ റാവത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ജൂൺ 5 പകലിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ജൂൺ 5 പകലിൽ തന്നെ എന്താണ് അടുത്ത നടപടിയെന്ന് ബിപിൻ റാവത്തും ഡൽഹിയും ആലോചിക്കുന്നുണ്ടായിരുന്നു. ബിപിൻ റാവത്തിന്റെ ആവശ്യം ഡെൽറ്റ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ഓസ്കാർ ഡെൽറ്റയ്ക്ക് എന്താണ് ഇനി വേണ്ടതെന്ന് അറിയാം. മണിപ്പൂരിലും നാഗാലാൻഡിലും മിസോറാമിലൊക്കെ ഒളിരുന്ന ആക്രമണം നടത്തിയിട്ട് കലാപകാരികൾ മുങ്ങുന്നത് മ്യാൻമാറിലേക്കാണ്. മ്യാൻമാറിൽ അവർക്ക് ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പാണ് അവരുടെ ഒളിത്താവളം. ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് വളരെ ഉള്ളിൽ മ്യാൻമാറിനകത്ത് വനപ്രദേശത്ത് ക്യാമ്പുകൾ ഉണ്ടാക്കി അവിടെ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് രാത്രിയാകുമ്പോൾ ഇന്ത്യക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി അട്ടിമറികൾ നടത്തുകയാണ് ഈ കലാപകാരികളുടെ സ്ഥിരം രീതി. ആ കലാപകാരികളുടെ പല പ്രവർത്തനങ്ങളും പലപ്പോഴും ഓസ്കാർ ഡെൽറ്റയുടെ നേതൃത്വത്തിലുള്ള പാരാഫോഴ്സിന് മുന്നിൽ പരാജയപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്കാർ ഡെൽറ്റ ഈ കലാപകാരികളുടെ നോട്ടപ്പുള്ളിയുമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം മണിപ്പൂർ മിസോറാം ബോർഡർ കാക്കുന്ന ഒരു ആള് തന്നെയാണ്. ക്യാപ്റ്റനായി അവിടെ എത്തിയ ഓസ്കാർ ഡെൽറ്റ ഇപ്പോ ലഫ്റ്റനന്റ് കേണലാണ്. ലഫ്റ്റനന്റ് കേണൽ ഓസ്കാർ ഡെൽറ്റയുടെ സ്പെഷ്യൽ ഫോഴ്സ് ടീമിന്റെ ശക്തിയെക്കുറിച്ച് ബിപിൻ റാവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് എത്രയും പെട്ടെന്ന് തിരിച്ചടി കൊടുക്കാനായി ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഓസ്കാർ ഡെൽറ്റയോട് ആവശ്യപ്പെട്ടത്. ആ ദൗത്യം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യരായ ഒരു കൂട്ടം ആളുകളുടെ സഹായം വേണം. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം കോങ്കോയിലേക്ക് പോവാൻ റെഡിയായി നിന്ന ആ ടീമിനെ ഇംഫാലിലേക്ക് തിരിച്ചു വിളിച്ചത്. അതേ സമയത്ത് മണിപ്പൂരിൽ നടന്ന ആ ഒളി ആക്രമണത്തിൽ 18ഓളം ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്ത ഇന്ത്യയിൽ ശരിക്കും ചലനമുണ്ടാക്കിയിരിക്കുകയാണ്. സകല ചാനലുകളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ വിവിധ തലങ്ങളിൽ ശരിക്കും ഞെട്ടലാണ് ആ വാർത്ത ഉണ്ടാക്കിയിരിക്കുന്നത്. വടക്ക് കിഴക്കൻ അതിർത്തിയിൽ ഈ അളവിൽ ഒരു ആക്രമണം ഉണ്ടായിട്ട് കാലം ഒരുപാടായിരിക്കുകയാണ്. മൻമോഹൻ സിംഗ് സർക്കാർ ഭരിച്ചിരുന്ന 10 കൊല്ലത്തിലും ഈ ശൈലിയുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ പുതിയ ഭരണകൂടത്തിന് ഈ വാർത്ത വല്ലാത്തൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. മ്യാൻമാറിൽ തമ്പടിച്ചിരിക്കുന്ന കലാപകാരികൾ
മണിപ്പൂരിലേക്കും മിസോറാമിലേക്കും നാഗാലാൻഡിലേക്കും ഒക്കെ നുഴഞ്ഞു കയറുന്നതും അവിടെ ഒളി ആക്രമണങ്ങൾ നടത്തുന്നതും പതിവാണെങ്കിലും ഈ ശൈലിയിലുള്ള ഒരു ഒളി ആക്രമണം ആദ്യമാണ്. 18ഓളം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, അനവധി ആളുകൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. പരിക്ക് പറ്റിയ സൈനികരെ ഹെലികോപ്റ്ററുകളിലും മറ്റു വാഹനങ്ങളിലുമായി ആശുപത്രികളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സകല TV ചാനലുകളും ആ വാർത്തകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓസ്കാർ ഡെൽറ്റ അദ്ദേഹത്തിന്റെ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുമ്പോഴേക്കും പിറ്റേന്ന് നേരം വെളുത്തു. ആർമി ചീഫ് ദൽബീർ സിംഗ് ഇംഫാലിലെത്തി. ദൽബീർ സിംഗും ബിപിൻ റാവത്തുമുള്ള ആ മുറിയിലേക്ക് ഓസ്കാർ ഡെൽറ്റ ഉൾപ്പെടെയുള്ള സെലക്ട് ചെയ്യപ്പെട്ട കമാൻഡിംഗ് ഓഫീസേഴ്സും എത്തിയിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വളരെ വ്യക്തമായ ഒരു ബ്രീഫിംഗ് ആണ് അവിടെ നടക്കുന്നത്. ആ മുറിയിൽ സന്നിഹിതരായിരിക്കുന്ന കമാൻഡിംഗ് ഓഫീസേഴ്സിനെ നോക്കി ബിപിൻ റാവത്ത് അവരോട് പറഞ്ഞു, നമ്മുടെ ജവാന്മാരുടെ വിലപ്പെട്ട ജീവനാണ് ആ കലാപകാരികൾ എടുത്തത്. അവർ ഇപ്പോഴും നമ്മുടെ സൈന്യത്തിന്റെ പ്രഹരശേഷിക്ക് താഴെയാണ്. ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞ ആ വാചകത്തിന്റെ അർത്ഥം അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വ്യക്തമായി മനസ്സിലാകുന്ന ശൈലിയിലാണ്. കലാപകാരികൾ ഇപ്പോ വിദേശ മണ്ണിലാണ്. മ്യാൻമാർ എന്ന രാജ്യത്തിനകത്താണ് ആ കലാപകാരികൾ ഉള്ളത്. എന്നാലും ആ കലാപകാരികൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രഹരശേഷിക്ക് കീഴിലാണെന്നാണ് ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞത്. ആ വാചകത്തിന് വളരെ വളരെ വ്യക്തമായ അർത്ഥമുണ്ട്. വിദേശ മണ്ണിലാണെങ്കിലും ആ കലാപകാരികളെ നമ്മൾ ആക്രമിക്കാൻ പോവുകയാണെന്ന് അസന്നിഗ്ധമായി ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് വ്യക്തമാക്കുകയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ വിദേശ മണ്ണിലേക്ക് കടന്ന് ഒരു അറ്റാക്ക് നടത്താൻ പോകുന്നത്. വിദേശ മണ്ണിലേക്ക് കടന്ന് അറ്റാക്ക് നടത്താനുള്ള സകല അനുവാദവും ഇതാ ഗവൺമെന്റ് സ്പെഷ്യൽ ഫോഴ്സിന് കൊടുക്കുകയാണ്. ആ മുറിയിലെ പ്രസന്റേഷൻ ടേബിളിന്റെ മുകളിൽ ഒരു മാപ്പ് നിവർത്തിയിട്ടിരിക്കുകയാണ്. ആ മേശയ്ക്ക് മുകളിലായി മഞ്ഞ നിറത്തിലുള്ള ഒരു ഹാലജൻ ബൾബ് കത്തി നിൽക്കുകയാണ്. ആ ഹാലജൻ ബൾബിന്റെ പ്രകാശത്തിൽ മേശപ്പുറത്ത് കിടക്കുന്ന ആ മാപ്പിൽ നാഗാലാൻഡ് മണിപ്പൂർ അതിർത്തിക്കപ്പുറത്ത് മ്യാൻമാറിൽ എവിടെയൊക്കെയാണ് കലാപകാരികൾക്ക് ക്യാമ്പ് ഉള്ളതെന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ആ ക്യാമ്പുകളാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. ആ ക്യാമ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആർമി ചീഫ് ദൽബീർ സിംഗ് കമാൻഡിംഗ് ഓഫീസേഴ്സിനോട് പറഞ്ഞു, നമുക്ക് ഗവൺമെന്റിന്റെ പൂർണ്ണ അനുവാദമുണ്ട്. ഡിഫൻസ് മിനിസ്റ്റർ മനോഹർ പരീക്കറാണ് ഈ മിഷന് നേതൃത്വം കൊടുക്കുന്നത്. ഡിഫൻസ് മിനിസ്റ്റർ തന്നെ നേരിട്ട് ഒരു മിഷന് നേതൃത്വം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ അത്രയേറെ പ്രാധാന്യത്തോടു കൂടി ആ വിഷയത്തെ നോക്കിക്കാണുന്നു എന്നാണ്. ജനറൽ ദൽബീർ സിംഗിന്റെ വാക്കുകൾ ലഫ്റ്റനന്റ് കേണൽ ഓസ്കാർ ഡെൽറ്റയ്ക്ക് ഉൾപ്പെടെയുള്ള കമാൻഡിംഗ് ഓഫീസേഴ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കുകയാണ്. സർക്കാരിന്റെ ഫുൾ സപ്പോർട്ട്, സൈന്യത്തിന്റെ ഫുൾ ബാക്കപ്പ്, അത് രണ്ടും ഒരുമിച്ച് ഒരു മിഷന് അവർക്ക് ലഭിക്കാൻ പോവുകയാണ്. ആ മീറ്റിംഗിൽ ദൽബീർ സിംഗും ബിപിൻ റാവത്തും ആവശ്യപ്പെട്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ കലാപകാരികൾക്ക് തിരിച്ചടി കൊടുത്തിരിക്കണം എന്ന് പറയുമ്പോൾ ജൂൺ 7 തിരിച്ചടി കൊടുക്കണമെന്നാണ് ഏകദേശം ഒരു ധാരണ. ആക്രമണം നടത്തിയ കലാപകാരികളെ 72 മണിക്കൂറിനുള്ളിൽ തീർത്തു എന്നുള്ള പേര് സർക്കാരിന് കിട്ടാൻ വേണ്ടിയാണ് സർക്കാർ 72 മണിക്കൂറിനകത്ത് ആക്രമണം നടത്താനായി സ്പെഷ്യൽ ഫോഴ്സിന്റെ കമാൻഡർ കൂടിയായ ലഫ്റ്റനന്റ് കേണൽ ഓസ്കാർ ഡെൽറ്റയോടും അതുപോലുള്ള മറ്റ് കമാൻഡിംഗ് ഓഫീസറിനോടും ആവശ്യപ്പെടുന്നത്. അങ്ങനെ പറയുന്നതിനിടയിൽ തന്നെ ഓസ്കാർ ഡെൽറ്റയും ബിപിൻ റാവത്തും ജനറൽ ദൽബീർ സിംഗും ചേർന്ന് ടാർഗറ്റ് ചെയ്യപ്പെടേണ്ട ആ സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തു. അനവധി ക്യാമ്പുകൾ ഈ പറഞ്ഞ മിലിറ്റൻസിൻ്റെതായി മ്യാൻമാറിനകത്തുണ്ട്. അതിൽ ഏതൊക്കെ ക്യാമ്പ് ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. സെലക്ട് ചെയ്യപ്പെടുന്ന ക്യാമ്പ് കൃത്യമായും ഭീകരന്മാർ ഉള്ളതായിരിക്കണം. വെറുതെ ആളില്ലാത്തൊരു ക്യാമ്പിൽ പോയി ആക്രമണം നടത്തിക്കൊണ്ട് കാര്യമില്ലല്ലോ. ക്യാമ്പിനകത്ത് ഭീകരന്മാരുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ക്യാമ്പ് സെലക്ട് ചെയ്യാൻ പറ്റൂ. അതിന് സ്വാഭാവികമായിട്ടും ഒരു വലിയ നെറ്റ്വർക്കിന്റെ സഹായം വേണം. മണിപ്പൂരിലും മിസോറാമിലും നാഗാലാൻഡിലും മാത്രമല്ല, മ്യാൻമാറിനകത്തും ലഫ്റ്റനന്റ് കേണൽ ഓസ്കാർ ഡെൽറ്റ ഉൾപ്പെടെയുള്ള കമാൻഡിംഗ് ഓഫീസേഴ്സിന് ചാരന്മാരുടെ ഒരു ശൃംഖലയുണ്ട്. ആ ശൃംഖലാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ക്യാമ്പിൽ ഭീകരന്മാരുണ്ട് ഇല്ല എന്നുള്ള വിവരം കളക്ട് ചെയ്യാൻ അവർക്ക് പറ്റും. ആ സോഴ്സുകളിലൂടെ ഓസ്കാർ ഡെൽറ്റ ആ രാത്രി തന്നെ ഏതൊക്കെ ക്യാമ്പാണ് അനുയോജ്യമെന്നുള്ള വിവരം കണ്ടെത്തി. അത് സ്വാഭാവികമായിട്ടും ബിപിൻ റാവത്തുമായിട്ടും അതുപോലെ ദൽബീർ സിംഗുമായി പങ്കുവയ്ക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ നേരത്തെ ശ്രമത്തിന്റെ ഒടുവിൽ ആ ടീം 3 ലക്ഷ്യസ്ഥലങ്ങൾ കണ്ടെത്തി. ഏറ്റവും കൂടുതൽ ഭീകരന്മാർ ഉള്ള ലക്ഷ്യസ്ഥലങ്ങളാണ് കണ്ടെത്തിയത്. ലക്ഷ്യസ്ഥലങ്ങൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഒരു വിഷയം അവിടെ ഉദിക്കപ്പെടുകയാണ്. ആ വിഷയം ദൂരമാണ്. ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് ഒത്തിരി ഉള്ളിലാണ് ആ ക്യാമ്പുകൾ. ഈ ചർച്ച നടക്കുന്നത് ജൂൺ 6 പകലാണ്. ഏകദേശം 36 മണിക്കൂർ കഴിയുമ്പോൾ ജൂൺ 7 രാത്രിയാവും. ആ രാത്രിയിലാണ് അവർക്ക് ആക്രമണം നടത്തേണ്ടത്. 36 മണിക്കൂറിനുള്ളിൽ ലക്ഷ്യസ്ഥലത്തെത്തി ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എന്ന ധാരണ
ആ ടീമിന് മൊത്തം ഉണ്ടാകുന്നത് ആ സമയത്താണ്. ഡിഫൻസ് മിനിസ്റ്റർ മനോഹർ പരീക്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒളി ആക്രമണം നടന്ന് 72 മണിക്കൂർ പൂർത്തീകരിക്കും മുമ്പ് കലാപകാരികൾക്ക് തിരിച്ചടി കൊടുക്കണമെന്നാണ്. പക്ഷേ ആ ടൈം ഫ്രെയിമിനുള്ളിൽ മ്യാൻമാറിലേക്ക് കടന്ന് കലാപകാരികളുടെ ക്യാമ്പ് തകർക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ആ കാര്യം ഏകദേശം ധാരണയായതും അറ്റാക്ക് നടത്താനുള്ള തീയതി 7 നിന്ന് 9 മാറ്റി. ഡിസ്റ്റൻസ് മാത്രമല്ല ഓസ്കാർ ഡെൽറ്റയുടെ പ്രശ്നം. അദ്ദേഹത്തിന് അതിശക്തമായ ഒരു ടീം വേണം. ആ ടീം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തുന്ന സ്പെഷ്യൽ ഫോഴ്സിലെ ആളുകൾ കൂടി വേണം. ഇവിടെയുള്ള 50 പേരും ദില്ലിയിൽ നിന്ന് വരുന്ന 100 പേരും ചേരുമ്പോൾ 150 ആളുകളാവും. ആ 150 പേരിൽ നിന്ന് ഏറ്റവും മിടുക്കരായ 50 ആളുകളുടെ ഒരു ടീമിനെയാണ് ഓസ്കാർ ഡെൽറ്റയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത്. നാഗാലാൻഡിലെ ദിമാപൂറിലാണ് യഥാർത്ഥത്തിൽ ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്തിന്റെ ആസ്ഥാനം. ബിപിൻ റാവത്ത് മിഷന്റെ മേൽനോട്ട് വഹിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആസ്ഥാനം താൽക്കാലികമായി ദിമാപൂരിൽ നിന്ന് ഇംഫാലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് 2008, 9, 10 വർഷങ്ങളിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ UN സമാധാന സേനയുടെ ഭാഗമായി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോങ്കോയിലേക്ക് സ്ഥിരമായിട്ട് ഇന്ത്യൻ സൈന്യത്തെ അയക്കുന്ന വിവരം അറിയാം. സ്പെഷ്യൽ ഫോഴ്സിലെ ഒരു ടീമാണ് ഇപ്രാവശ്യം കോങ്കോയിലേക്ക് പോകുന്നതെന്ന് ഓസ്കാർ ഡെൽറ്റ പറഞ്ഞതുകൊണ്ട് ദില്ലിയിലെ പാലം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന ആ ടീമിനെ പ്രത്യേക വിമാനത്തിൽ അവിടെ നിന്ന് ഇംഫാലിലേക്ക് വരുത്താൻ ബിപിൻ റാവത്ത് സഹായിച്ചു. എല്ലാ മേലുദ്യോഗസ്ഥരും ഒരു ഒറ്റ വരിയിൽ തന്നെ ഉള്ള സമയമാണ്. ഡിഫൻസ് മിനിസ്റ്റർ ആണെങ്കിലും ആർമി ചീഫ് ആണെങ്കിലും ലഫ്റ്റനന്റ് ജനറൽ ആണെങ്കിലും ഒക്കെ ഈ മിഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക വിമാനം അറേഞ്ച് ചെയ്യാനും ആ ടീമിനെ ഒന്നടങ്കം ഇംഫാലിലേക്ക് വരുത്താനും അധികം ബുദ്ധിമുട്ട് വന്നില്ല. അറ്റാക്ക് നടത്താനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആ 3 ക്യാമ്പുകളിലായി 120-ലധികം കലാപകാരികൾ ഉണ്ടെന്നുള്ള ഏകദേശ ധാരണ ഇപ്പോ ഉറപ്പാക്കിയിരിക്കുകയാണ്. ചാരന്മാർ വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഇൻഫർമേഷൻ ഓസ്കാർ ഡെൽറ്റയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോ പ്ലാന് വളരെ വ്യക്തമാണ്. ജൂൺ 8 രാത്രിയോടുകൂടി ആ ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കമാൻഡോസ് എത്തണം. കമാൻഡോസ് ക്യാമ്പുകൾക്ക് സമീപത്തുള്ള മലയിൽ രഹസ്യമായി തമ്പടിക്കണം. അവിടെ ഇരുന്നു കൊണ്ട് അവർ ആ ക്യാമ്പിനെ വീക്ഷിക്കണം. 9-ാം തീയതി നേരം പുലരുന്നതിന് തൊട്ടു മുമ്പ് ക്യാമ്പുകൾ ആക്രമിക്കണം. അതാണ് പ്ലാൻ. മണിപ്പൂരിലും നാഗാലാൻഡിലും ഒളിയാക്രമണം നടത്തുന്ന ആ കലാപകാരികൾ മടങ്ങിപ്പോകുന്ന വഴികളും അവിടെയുള്ള മലകളും അവിടെയുള്ള പുഴകളും വനവും ഒക്കെ ഏതാണ്ട് മനസ്സിൽ ഒരു ചലച്ചിത്രം പോലെ തന്നെ ഓസ്കാർ ഡെൽറ്റയ്ക്ക് അറിയാം. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി ആ മേഖല അരിച്ചു പറക്കുന്ന വ്യക്തിയാണ്. സ്പെഷ്യൽ ഫോഴ്സിന്റെ മ്യാൻമാർ അതിർത്തിയിലേക്കുള്ള യാത്ര ശരിക്കും രഹസ്യമായിട്ടാണ് നടത്തേണ്ടത്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചാൽ സ്വാഭാവികമായിട്ടും മ്യാൻമാറിനകത്തുള്ള ആ ഭീകരന്മാരുടെ ശ്രദ്ധയിൽ പെടാനുള്ള സാധ്യതയുണ്ട്. മ്യാൻമാറിനകത്തുള്ള ഭീകരന്മാർക്കും സ്വാഭാവികമായിട്ടും മണിപ്പൂരിനകത്ത് ചാരന്മാരുണ്ട്. അവർ ആ വിവരം റിപ്പോർട്ട് ചെയ്യും. സാധാരണഗതിയിൽ മണിപ്പൂരിലും നാഗാലാൻഡിലും മിസോറാമിലൊക്കെ എപ്പോഴും പട്ടാളത്തിന്റെ വണ്ടി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ മൂവ് ചെയ്യുന്ന പട്ടാള വാഹനങ്ങൾക്കകത്ത് സ്പെഷ്യൽ ഫോഴ്സ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ചാരന്മാർക്ക് പറ്റത്തില്ല. കമാൻഡോസിനെ കൊണ്ടുപോകുന്ന മാർഗം തീരുമാനിക്കപ്പെട്ടു. ആർമിയുടെ സാധാരണ ട്രക്കുകളിൽ സാധാരണ പട്ടാളക്കാരെ പോലെ ഈ കമാൻഡോസും യാത്ര ചെയ്യുക. ഓസ്കാർ ഡെൽറ്റയുടെ ടീമിൽ 64 പേരാ ഉള്ളത്. 64 കിടിലം സ്പെഷ്യൽ ഫോഴ്സ് ഭടന്മാർ. ഈ 64 പേരും അവിടെ പുറകിൽ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ട്. ആ ബാഗിന്റെ ഭാരം ഏകദേശം 40 കിലോ വരും. ആ ബാഗിൽ വെള്ളവും ഉണങ്ങിയ ഭക്ഷണത്തിനും പുറമെ അത്യാവശ്യം ചില മരുന്നുകളും പിന്നെ ഉള്ളത് മുഴുവൻ വെടിക്കോപ്പുകളാണ്. 3 ഭീകര ക്യാമ്പുകളാണ് അവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ വൻതോതിൽ വെടിക്കോപ്പുകൾ അവർ കൂടെ കരുതുകയാണ്. കോൾ ഗുസ്താവ് 84mm റോക്കറ്റ് ലോഞ്ചേഴ്സ് ആണ് അവരുടെ കയ്യിലുള്ള ഒരു ആയുധം. കലാഷ്നിക്കോവിന്റെ ജനറൽ ടൈപ്പ് മെഷീൻ ഗണ്ണുകൾ, AK-47 അസാൾട്ട് റൈഫിളുകൾ, കോൾട്ട് M4 കാർബൈൻസ്, ഇസ്രായേൽ നിർമ്മിത ട്രവർ ടാബർ 21 അസാൾട്ട് റൈഫിളുകൾ, പിന്നെ അണ്ടർ ബാരൽ ഗ്രനേഡ് ലോഞ്ചറുകൾ, ഇവയൊക്കെയാണ് ആയുധങ്ങളായി കൂടെ ഉള്ളത്. ശരിക്കും ഒരു യുദ്ധം നയിക്കാൻ ആവശ്യമായ അത്യാവശ്യം ആയുധങ്ങളൊക്കെ കമാൻഡോസ് കയ്യിൽ കരുതുന്ന അർത്ഥം. കേണൽ ഡെൽറ്റ കയ്യിൽ കരുതുന്നത് ഒരു M4A1 അസാൾട്ട് റൈഫിളാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഇഷ്ട സാധനം. ട്രക്കിലേക്ക് കയറും മുമ്പ് M4A1 അദ്ദേഹം അടുത്ത് നിൽക്കുന്ന ഭടന്റെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം അദ്ദേഹം തറയിലേക്ക് കുനിഞ്ഞ് തറയിലൊന്ന് ചുംബിച്ചു. ഏത് മിഷന് പോകും മുമ്പും ഓസ്കാർ ഡെൽറ്റ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. ജന്മഭൂമിക്ക് ഒരു ചുംബനം കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. തിരിച്ചു വരുമ്പോഴും അദ്ദേഹം അത് ചെയ്യാറുണ്ട്. ഓസ്കാർ ഡെൽറ്റയും ടീമംഗങ്ങളും സകല ആയുധങ്ങളുമായി മിലിറ്ററി ട്രക്കുകളിലേക്ക് കയറി. ആ 64 ടീമിന്റെ കയ്യിൽ
ഈ ആയുധങ്ങൾക്കൊക്കെ പുറമെ സൈലൻസ്ഡ് വെർഷനിലെ സ്നൈപ്പർ റൈഫിളുകളുമുണ്ട്. സ്നൈപ്പർ റൈഫിള് മിക്കവാറും ക്യാമ്പിന് കാവൽ നിൽക്കുന്ന സെൻട്രികളെ ലക്ഷ്യമിടാൻ വേണ്ടി വരും. സെൻട്രികൾക്ക് നേരെ വെടിയുതിർക്കുമ്പോൾ അകത്ത് ക്യാമ്പിലുള്ള ആളുകൾ അത് അറിയരുത്. അതാണ് ആ കമാൻഡോ ഓപ്പറേഷന്റെ കാതൽ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പട്ടാളക്കാർ ആയുധം മുതുകിൽ തൂക്കിയിടുകയാണ് പതിവ്. പക്ഷെ ഇവിടെ അവർ നടത്താൻ പോകുന്നത് ഒരു കമാൻഡോ ഓപ്പറേഷനാണ്. കമാൻഡോ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ 40 കിലോഗ്രാം വരുന്ന ഭാരം മുതുകിൽ തൂക്കിയിട്ട് ഗണ്ണ് കയ്യിൽ വെച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുക. വാഹനത്തിൽ ഇരിക്കുമ്പോൾ ആ ഗണ്ണ് മുതുകിൽ തൂക്കിയിടുന്നതിന് പകരം അവരവരെ മടിയിൽ വെച്ചേക്കും. ജൂൺ 7 അതിരാവിലെ 3 മണിയായപ്പോൾ ആ വാഹന വ്യൂഹം മ്യാൻമാറിന് സമീപത്ത് അതിർത്തിക്കടുത്തായി ഒരു സ്ഥലത്ത് ആ ടീമിനെ ഡ്രോപ്പ് ചെയ്തു. അവരെ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് അറ്റാക്ക് നടത്തേണ്ട ക്യാമ്പിലേക്ക് അവർക്ക് പോകാൻ ഇനി 40 കിലോമീറ്റർ അവർ നടക്കണം. ഏകദേശം 40 കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ടാണ് അവർ ആ യാത്ര നടത്തേണ്ടത്. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ ഓസ്കാർ ഡൽറ്റീൻ ടീമും അവിടെ നിന്ന് നടന്നു തുടങ്ങി. അടുത്ത 48 മണിക്കൂർ ലഫ്റ്റനന്റ് ജനറൽ ഡെൽറ്റയ്ക്കും അദ്ദേഹത്തിനൊപ്പമുള്ള ടീമിനും ഏറ്റവും നിർണായകമാണ്. ജൂൺ 7 രാവിലെ ആ 64 അംഗ ടീമിനെ നയിച്ചുകൊണ്ട് ഓസ്കാർ ഡെൽറ്റ മുന്നോട്ട് നടക്കുമ്പോൾ ഓസ്കാർ ഡെൽറ്റയുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അയാളുടെ അമ്മയുടെ മുഖവും കടന്നു വരുന്നുണ്ട്. ജൂൺ 9 അയാളുടെ അമ്മ ഒരു ഓപ്പറേഷൻ വിധേയാവുകയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ ചിത്രം നടക്കുമ്പോൾ ഓസ്കാർ ഡെൽറ്റയുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ചിത്രം മനസ്സിലേക്ക് വരുമ്പോൾ ആ ചിത്രം മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഡെൽറ്റ കൂടെയുള്ള ആളുകളോട് വേഗം നടക്കാൻ ആവശ്യപ്പെടും. മറ്റേതെങ്കിലും കാര്യം മനസ്സിലേക്ക് കടന്നു വന്നാൽ മനസ്സ് പതറാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചാണ് അവർക്ക് നടക്കേണ്ടത്. അനവധി മലകൾ കയറി ഇറങ്ങി നദികൾ ക്രോസ് ചെയ്തും വനങ്ങൾക്കിടയിലൂടെയാണ് യാത്ര എന്ന് പറയുന്നത്. ഏകദേശം വൈകുന്നേരം ആയപ്പോൾ ആ ടീം മ്യാൻമാർ അതിർത്തിയിലെത്തി. ഇപ്പോ ആകെയുള്ള ആശ്വാസം ടെമ്പറേച്ചർ ഏകദേശം 25 ഡിഗ്രി ആണെന്നുള്ളതാണ്. ഒരു സുഖകരമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു അർത്ഥം. ആ രാത്രി കഴിയുമ്പോൾ അവർ ഇന്ത്യൻ അതിർത്തി കടന്ന് മ്യാൻമാറിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത 36 മണിക്കൂറിനുള്ളിൽ മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഓസ്കാർ ഡെൽറ്റയ്ക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. 8-ാം തീയതി സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോൾ ഓസ്കാർ ഡെൽറ്റയും ടീമും ഇന്ത്യൻ അതിർത്തി കടന്ന് മ്യാൻമാറിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ആ ഭാഗത്ത് ഇന്ത്യൻ ഭാഗത്തുള്ളതുപോലെ തന്നെ നീണ്ട മലകളും മരങ്ങളും അരുവികളും ഒക്കെ ഉണ്ട്. ഓസ്കാർ ഡെൽറ്റയും ടീമിനെ നയിക്കുന്നത് മണിപ്പൂരിൽ നിന്ന് അവർ വാടകയ്ക്കെടുത്ത 2 ഗൈഡുകളാണ്. ആ മേഖലയ്ക്ക് നല്ല പരിചയമുള്ള തദ്ദേശവാസികളായ 2 ഗൈഡുകളാണ് യഥാർത്ഥത്തിൽ ഓസ്കാർ ഡെൽറ്റയും ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാട്ടിനകത്തുകൂടി ഏതാണ്ട് ഒരു ട്രെക്കിംഗ് തന്നെയാണ് അവർ നടത്തുന്നത്. മലകൾ കയറി ഇറങ്ങി വളരെ ബുദ്ധിമുട്ടി ആ ടീം മുന്നോട്ട് നീങ്ങുകയാണ്. ആ ഭാഗം നല്ല പരിചയമുള്ള ആളുകളാണ് കൂടെയുള്ള ഗൈഡുകൾ. ബർമീസ് ഭാഷ നന്നായി സംസാരിക്കുന്ന ആളുകൾ കൂടിയാണ്. ആ 2 ഗൈഡുകളും ഒരു തരത്തിലും ഭീകരന്മാരെ കടന്നു വരാൻ സാധ്യതയില്ലാത്ത ഏരിയകളിലൂടെയാണ് ഇന്ത്യയുടെ കമാൻഡോസിനെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഒരു നദി കടന്നപ്പോ പെട്ടെന്ന് ഓസ്കാർ ഡെൽറ്റയും ടീമും നിന്നു. ഭീകരന്മാരുടെ ക്യാമ്പ് എത്തുന്നവരെ വേറെ മനുഷ്യന്മാരെ ആരെയും വഴിക്ക് വെച്ച് കണ്ടുമുട്ടാൻ സാധ്യതയില്ലെന്നാണ് യഥാർത്ഥത്തിൽ അതുവരെയും ഓസ്കാർ ഡെൽറ്റയും ടീമും കരുതിയിരുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് അവിടെ മുന്നിൽ 4-5 ആളുകൾ വന്നുപെട്ടു. കുറച്ച് മ്യാൻമാർ പൗരന്മാരാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു 5-അംഗ ടീമിനെ അവിടെ കണ്ടതും പെട്ടെന്ന് അവരെ ഓസ്കാർ ഡെൽറ്റയും ടീമും വളഞ്ഞെങ്കിലും ഒരു അതിശയം അവർക്കുണ്ടായി. എന്തിനാ അവന്മാർ അവിടേക്ക് വന്നത്? അന്വേഷിച്ചപ്പോ അവന്മാര് വേട്ടക്കാരാണ്. മ്യാൻമാറിൽ വലിയ ഇനത്തിലുള്ള പല്ലികളുണ്ട്. ആ പല്ലികളെ വേട്ടയാടാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. ആ പല്ലികളെ ബേസ് ചെയ്തുകൊണ്ട് മരുന്നുണ്ടാക്കിയാൽ അത് ശരിക്കും പുരുഷന്മാർക്ക് ഉത്തേജനം ഉണ്ടാക്കുമെന്നൊക്കെയുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ആ മലകളിൽ കയറി പല്ലി പിടിക്കാൻ വന്നിരിക്കുന്നവരാണ്. അവർ സ്ഥിരമായി അതങ്ങനെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. എന്തായാലും അവന്മാർക്ക് ഭീകരന്മാരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഓസ്കാർ ഡെൽറ്റ ഒരു തീരുമാനമെടുത്തു. അവന്മാരെ കൂടെ കൊണ്ടുപോവുക. അങ്ങനെ ആ 64-അംഗ ടീമിന്റെ ഭാഗമായി ആ 5 പേരും കൂടെ മാറി. ആ 5 പേരുടെ കയ്യിലും അവർ അതുവരെ വേട്ടയാടിയ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ സാധനങ്ങളും ഒക്കെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടാണ് ഇപ്പോ ഓസ്കാർ ഡെൽറ്റയും ടീമും മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോ ഓസ്കാറിന്റെ ടീമിൽ ഓസ്കാറിനെ കൂടാതെ 71 ആളുകളുണ്ട്. ഓസ്കാറും ബാക്കിയുള്ള 71 പേരും കൂടി മുന്നോട്ട് ആ കാട്ടിലൂടെ മലകൾക്കിടയിലൂടെ നദികളൊക്കെ കടന്ന് യാത്ര ചെയ്യുമ്പോൾ അങ്ങ് ദൂരെയായി അവർ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ മല കാണാം. ആ മല ബേസ് ചെയ്തുകൊണ്ടാണ് അവർ അറ്റാക്ക് നടത്തേണ്ടത്. ആ മലയുടെ തൊട്ടപ്പുറത്തായി ക്യാമ്പുകൾ ഉണ്ടെന്ന് അവർക്കറിയാം. ആ ടീം ശബ്ദമുണ്ടാക്കാതെ ആ മലയുടെ ഭാഗത്തേക്ക് വന്നു. ഇപ്പോ ജൂൺ 8 ഉച്ചയാണ്. മുന്നിൽ കാണുന്ന മലയുടെ മുകളിലേക്ക് കയറണം.
ഡെൽറ്റയും ടീമും ആ മലയുടെ അടിഭാഗത്തേക്ക് എത്തുമ്പോൾ അവർക്കുള്ള ഏക മെച്ചം എന്ന് പറഞ്ഞാൽ അവരെ ആർക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ശരിക്കും മരങ്ങൾ വളർന്ന് തങ്ങി നിൽക്കുന്ന ഒരു മലയുടെ ഭാഗത്തേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. മ്യാൻമാറിലെ ആ പ്രത്യേക സ്ഥലം ഭീകരന്മാർ അവരെ താവളമാക്കിയിരിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. കൂറ്റൻ മരങ്ങൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മേഖലയാണ്. സാറ്റലൈറ്റുകൾക്കോ അല്ലെങ്കിൽ ഡ്രോണുകൾക്കോ താഴെയുള്ള ക്യാമ്പുകൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത ശൈലിയിൽ ആ മരങ്ങൾ വളർന്ന് ഇടതൂർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇരുട്ട് ആ ഭാഗത്തുണ്ടെന്ന അർത്ഥം. ഡെൽറ്റയും ടീമും ആ മല കയറി തുടങ്ങിയപ്പോൾ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് അവർ തമ്പടിച്ചു. യാത്ര തുടങ്ങിയതിനു ശേഷം അവർ കൃത്യമായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അവർ അവിടെ കൂടിയത്. ആർമിയുടെ ഭക്ഷണം പ്രിപ്പറേഷൻ ശരിക്കും രസകരമാണ്. അവരുടെ കയ്യിൽ സ്റ്റൗ ഉണ്ട്. സ്റ്റൗ കത്തിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് ഹെക്സാമിൻ എന്ന ടാബ്ലറ്റ് ആണ്. മണമില്ലാത്ത പുകയില്ലാത്ത ഒരു തീ അതിൽ നിന്നുണ്ടാകും. ശരിക്കും ചൂടുള്ള കൂടുതൽ നേരം നിൽക്കുന്ന ഹെക്സാമിൻ ടാബ്ലറ്റുകൾ ആർമിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതിവേഗം തന്നെ മീൽസ് തയ്യാർ ചെയ്യപ്പെട്ടു. മീൽസ് തയ്യാർ ചെയ്യുമ്പോഴും ആ മീൽസ് കഴിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും ഒരു കാവൽ അവർ ഒരുക്കിയിട്ടുണ്ട്. ചിലർ ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ചുറ്റും നിരീക്ഷിക്കുകയാണെന്ന് അർത്ഥം. ഈ മിഷൻ തുടങ്ങിയത് മുതൽ ലഫ്റ്റനന്റ് കേണൽ അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് ഒരു കോൾ വിളിക്കാറുണ്ട്. ഒരു മിസ്ഡ് കോളാണ് വിളിക്കുന്നത്. ആ മിസ്ഡ് കോള് ഒരു പ്രത്യേക നമ്പറിലേക്കാണ് വിളിക്കുന്നത്. ഡെൽറ്റയും ടീമും നിൽക്കുന്ന ആ ഏരിയ പൂർണ്ണമായും ഇന്ത്യൻ ടവറുകൾക്ക് ഉള്ളിലാണ്. 3 കട്ട കൃത്യമായിട്ട് മൊബൈലിൽ കാണാം. ഒരു പ്രത്യേക നമ്പറിലേക്കുള്ള മിസ്ഡ് കോൾ കൃത്യമായ ഒരു ഇൻഫർമേഷൻ ആണ്. ആ മിസ്ഡ് കോൾ ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, മിഷൻ കൃത്യമായി നടക്കുന്നുവെന്ന്. ആ ഫോണിന് പുറമെ ഒരു സാറ്റലൈറ്റ് ഫോൺ കൂടി ഡെൽറ്റയുടെ കയ്യിലുണ്ട്. ഡെൽറ്റ ആ ഫോണിൽ കോൺടാക്ട് ചെയ്തത് സാക്ഷാൽ ബിപിൻ റാവത്തിനെയാണ്. ഡെൽറ്റയും ടീമും ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞതും മലയിലേക്ക് കയറി തുടങ്ങി. ആ സമയത്താണ് ഇംഫാലിലെ മിഷൻ ഓഫീസിൽ നിന്ന് ബിപിൻ റാവത്ത് ഡെൽറ്റയെ വിളിക്കുന്നത്. ചാരന്മാർ ധരിപ്പിച്ച വിവരം അറിഞ്ഞ ആ നിമിഷത്തിൽ ബിപിൻ റാവത്ത് ഡെൽറ്റയെ വിളിച്ചതാണ്. മ്യാൻമാറിലെ കാട്ടിനുള്ളിലെ ക്യാമ്പുകളിലുള്ള ഭീകരന്മാർ ക്യാമ്പ് വിട്ടുപോയിരിക്കുന്നു എന്നാണ് ചാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവരം അറിഞ്ഞതും ഡെൽറ്റ ബിപിൻ റാവത്തിനോട് തീർത്തു പറഞ്ഞു, ഇല്ല സാർ, ആ ഇൻഫർമേഷൻ തെറ്റാണ്. ലഫ്റ്റനന്റ് കേണൽ ഓസ്കാർ ഡെൽറ്റ അങ്ങനെ തീർത്തു പറഞ്ഞതും ബിപിൻ റാവത്ത് എടുത്തു ചോദിച്ചു, മിസ്റ്റർ ഡെൽറ്റ, നിങ്ങൾ പറയുന്ന കാര്യം സത്യമാണോ? സാർ, 100% ഉറപ്പിക്കാം, ഞാൻ പറയുന്നത് സത്യമാണ്. ഭീകരന്മാർ ക്യാമ്പിൽ തന്നെ ഉണ്ട്. ബിപിൻ റാവത്തിന് ഉറപ്പ് കൊടുത്തതിന് ശേഷം ഡെൽറ്റയും ടീമും വീണ്ടും മലയിലേക്ക് കയറി തുടങ്ങി. മലയുടെ ഏറ്റവും മുകളിലേക്ക് 2 ആളുകൾ മാത്രം കയറിയാൽ മതി. ബാക്കിയുള്ള ആളുകൾ മലയുടെ വിവിധ ഭാഗങ്ങളിലായി ഒളിക്കണം. മലയുടെ മുകളിൽ കയറുന്ന ഭടന്മാർ അപ്പോ ആ വിവരം താഴെയുള്ള ഡെൽറ്റയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. അതാണ് അവർക്കുള്ള നിർദ്ദേശം. ഡെൽറ്റയും ടീമും ശരിക്കും ഉത്സാഹത്തോടു കൂടിയാണ് മല കയറിയത്. പക്ഷേ മല കയറി ഏകദേശം മുകളിലെത്താറായപ്പോ ആ ടീം ആകെ പെട്ടതുപോലെയായി. അവരുടെ ഓരോരുത്തരുടെയും കൈവശം ഉണ്ടായിരുന്ന 7 ലിറ്റർ വെള്ളത്തിന്റെ ക്യാനിൽ ഇനി വെള്ളമേ ഇല്ല. വെള്ളം തീർന്നു എന്ന് കേട്ടതും ഡെൽറ്റ കൂടുള്ളവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വെള്ളം കിട്ടാൻ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. താഴെ ആ കാണുന്ന ക്യാമ്പുകളെ ആക്രമിച്ച് അവിടെയുള്ള ആളുകളെ കൊന്ന് വെള്ളമെടുക്കുക. ക്യാമ്പുകളിൽ വെള്ളം ഉണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. ഇപ്പോ അവർ ഒളിച്ചിരിക്കുന്ന ആ മലയിൽ നിന്ന് അവർക്ക് ആ ക്യാമ്പുകൾ കാണാം. അവിടെ നിന്ന് നോക്കുമ്പോൾ അവർക്ക് 3 ക്യാമ്പുകളാ കാണാൻ പറ്റുക. അടുത്തടുത്ത് തന്നെയാണ് ക്യാമ്പുകൾ ഉള്ളത്. അവർ താഴെ കാണുന്നത് നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ നാഗാലാൻഡ് എന്ന ഭീകര സംഘടനയുടെ ക്യാമ്പുകളാണ്. നാഗാലാൻഡിനെയും മണിപ്പൂരിനെയും ഒക്കെ ഒന്നിച്ചു ചേർത്ത് പ്രത്യേക നാഗരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. ഡെൽറ്റയുടെ ടീമിലെ മുഴുവൻ ആളുകളും നൈറ്റ് വിഷൻ ഗൂഗിൾസ് ധരിച്ചിരിക്കുകയാണ്. ആ നൈറ്റ് വിഷൻ എക്യുപ്മെന്റുകളിലൂടെ അവർക്ക് ക്യാമ്പ് കൃത്യമായി കാണാം. ക്യാമ്പിനകത്തേക്ക് കയറി ഇറങ്ങുകയും ചെയ്യുന്ന ആളുകളെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കാഴ്ച കണ്ടതിന് ശേഷം ഡെൽറ്റ അദ്ദേഹത്തിന്റെ ടീമിനെ 4 ആക്കി തിരിച്ചു. 1ാമത്തെ ടീം ക്യാമ്പിന്റെ മുൻഭാഗം അറ്റാക്ക് ചെയ്യും. 4ാമത്തെ ടീം ക്യാമ്പിന്റെ പുറകുവശം അറ്റാക്ക് ചെയ്യണം. ബാക്കി 2 ടീമുകൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ആളുകളെ ആക്രമിക്കാൻ വേണ്ടി വഴിയിൽ പതുങ്ങിയിരിക്കണം. ഒരാള് പോലും രക്ഷപ്പെടരുത്. അതാണ് ടാർഗറ്റ്. പൂർണ്ണ നിശബ്ദതയിൽ ഡെൽറ്റയും ടീമും ആ മലയുടെ വിവിധ ഭാഗങ്ങളിലായി രഹസ്യമായിട്ട് ആ ക്യാമ്പിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ കാണുന്ന ക്യാമ്പുകളും മലയും തമ്മിൽ 400 മീറ്ററിന്റെ അകലമേ ഉള്ളൂ. നൈറ്റ് വിഷൻ എക്യുപ്മെന്റുകളിലൂടെ അവരുടെ സ്ഥാനത്തിരുന്ന് ഡെൽറ്റയും ടീമും ആ ക്യാമ്പിനെ അങ്ങനെ വീഴ്ചച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യം 8 മണിയായതും ഡെൽറ്റയും കൂട്ടരും ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ക്യാമ്പിൽ നിന്ന് തുരുതുര വെടി ഉറക്കപ്പെടുകയാണ്. തങ്ങൾ എത്തിയ വിവരം അവർ അറിഞ്ഞു. വെടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഡെൽറ്റയ്ക്കും കൂട്ടർക്കും ഉണ്ടായ സംശയം അതാണ്. അങ്ങനെ ഒരു സംശയം അവർക്ക് തോന്നിയെങ്കിലും ഡെൽറ്റയും കൂട്ടരും ഇരിക്കുന്നിടത്തുനിന്ന് അനങ്ങാതെ നിശബ്ദരായി ക്യാമ്പിലേക്ക് തന്നെ നോക്കുകയാണ്.
ക്യാമ്പിന്റെ മുന്നിൽ നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാർ ആകാശത്തേക്ക് AK-47 നിറയൊഴിക്കുകയാണ്. എന്തിനാ ഇവന്മാര് വെറുതെ ആകാശത്തേക്ക് നിറയൊഴിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യമാണ് ഡെൽറ്റയുടെയും കൂട്ടരുടെയും മനസ്സിലേക്ക് ആദ്യം വന്നത്. അവർ നിശബ്ദരായി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞതും ആ വെടിവെച്ച് നിന്നു. വെടിവെച്ചുകൊണ്ടിരുന്ന ആ രണ്ട് ചെറുപ്പക്കാരും ക്യാമ്പിനകത്തേക്ക് കയറി. വെടിവെപ്പ് തീർന്ന് ഏകദേശം അരമണിക്കൂറോളം ഡെൽറ്റയും കൂട്ടരും നിശബ്ദരായി ആ മലയിൽ തന്നെ ഇരുന്നു. ശബ്ദമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതും ഡെൽറ്റ അനുയായികളോട് താഴേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ആ ടീം പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോ ഡെൽറ്റയും കൂട്ടരും ക്യാമ്പിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം അകലെയാണ്. എന്ന് പറഞ്ഞാൽ ഡെൽറ്റയുടെയും ടീമിന്റെയും തോക്കുകൾക്ക് മുന്നിലാണ് ആ 3 ക്യാമ്പും. ക്യാമ്പിൽ നിന്ന് ഏകദേശം 150 മീറ്റർ അകലെ മലയുടെ താഴ്വാരത്ത് മരങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഡെൽറ്റയും കൂട്ടരും ഒളിച്ചിരിക്കുകയാണ്. അനുയോജ്യമായ സമയമാകുമ്പോൾ ആക്രമിക്കുക, അതാണ് അവരുടെ ടാർഗറ്റ്. അവരങ്ങനെ കാത്തിരിക്കുമ്പോൾ ഏകദേശം അർദ്ധരാത്രിയായപ്പോ വീണ്ടും ആകാശത്തേക്ക് ഫയർ ചെയ്ത ശബ്ദം കേട്ടു. ഇപ്പോ ആ ശബ്ദം കേട്ടത് രണ്ടാമത്തെ ക്യാമ്പിന്റെ മുന്നിൽ നിന്നാണ്. അവിടെയും നിറയൊഴിക്കുന്നത് രണ്ട് ചെറുപ്പക്കാരാണ്. AK-47 അസൾട്ട് റൈഫിൾ ഉപയോഗിച്ച് വെറുതെ ഇങ്ങനെ ആകാശത്ത് നിറയൊഴിക്കുകയാണ്. യുവമാർ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിറയൊഴിക്കുന്നത്? ആ ഒരു ചോദ്യമാണ് ആ കാഴ്ച ഡെൽറ്റയുടെയും കൂട്ടരുടെയും മനസ്സിലുണ്ടാക്കുന്നത്. ക്യാമ്പിലെ ആളുകൾ ഉറങ്ങാൻ കിടന്നാൽ മാത്രമേ ഒരു ആക്രമണം നടത്താൻ പറ്റൂ. അവർ മുഴുവൻ വിജിലന്റ് ആയിരിക്കുമ്പോൾ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ മുഖാമുഖമുള്ള ഒരു യുദ്ധമാവും. മുഖാമുഖമുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ വൻതോതിൽ കോഷ്യാലിറ്റി ഡെൽറ്റയുടെ ടീമിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ക്യാമ്പിലെ ആളുകൾ നിശബ്ദരാകാൻ വേണ്ടി ഡെൽറ്റയും ടീമും കാത്തിരുന്നത്. അവരങ്ങനെ കാത്തിരിക്കുമ്പോൾ കൃത്യം 3 മണിയായപ്പോൾ മൂന്നാമതും ആ രാത്രിയിൽ വെടിയുടെ ഒച്ച കേട്ടു തുടങ്ങി. ഇപ്പോ ഒച്ച കേൾക്കുന്നത് മൂന്നാമത്തെ ക്യാമ്പിന്റെ മുന്നിൽ നിന്നാണ്. അവിടെ ആകാശത്തേക്ക് നിറയൊഴിക്കുന്നത് വേറെ രണ്ട് ചെറുപ്പക്കാരാണ്. ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും അതാത് ക്യാമ്പിന്റെ മുന്നിൽ നിന്ന് ആകാശത്തേക്ക് നിറയൊഴിക്കണമെന്ന് അവർക്ക് എന്തോ ഒരു ടാർഗറ്റ് ഉള്ളതുപോലെ രാത്രിയിൽ സംഘങ്ങൾ ഉറങ്ങിപ്പോകാതിരിക്കാനുള്ള ഒരു അടവാകാനും മതി. അങ്ങനെ ഒരു തോന്നലാണ് പെട്ടെന്ന് ഡെൽറ്റയ്ക്ക് ഉണ്ടായത്. ആ രാത്രിയിൽ 3 തവണയാണ് ആകാശത്തേക്ക് നിറയൊഴിക്കപ്പെട്ടത്. ഓരോ വെടിവെപ്പിനിടയിൽ ഏകദേശം 3 മണിക്കൂറുള്ള ടൈമുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത വെടിവെപ്പ് 5 മണിക്കും 6 മണിക്കും ഇടയിലാകും. അതിനു മുമ്പ് ഒരു അറ്റാക്ക് നടത്തണം. ആ ധാരണയിലേക്ക് പെട്ടെന്ന് ഡെൽറ്റ എത്തി. ഡെൽറ്റയും ടീം അംഗങ്ങളും ചേർന്ന് അവരുടെ പ്ലാനിനെ ഒരു മാറ്റം വരുത്തി. നേരത്തെ ആ ടീമിനെ ഡെൽറ്റ 4ആയിട്ടാണ് തിരിച്ചത്. ആ തീരുമാനം മാറ്റി ടീമിനെ 3ആയി തിരിച്ചു. 2 ടീമുകൾ 2 ഭാഗത്തുകൂടി ക്യാമ്പുകളെ ആക്രമിക്കും. മൂന്നാമത്തെ ടീം ആ 2 ടീമിനും പ്രൊട്ടക്ഷനായി പുറകിൽ കാവൽ നിൽക്കുക. ക്യാമ്പിന് നേരെ നമ്മുടെ കമാൻഡോസ് ആക്രമിക്കുമ്പോൾ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന കലാപകാരികൾ അല്ലെങ്കിൽ ഭീകരന്മാർ കമാൻഡോസിനെ പുറകിലൂടെ വന്ന് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായി മൂന്നാമത്തെ ടീമിനെ ചുമതലപ്പെടുത്തിയത്. ലഫ്റ്റനന്റ് കേണൽ ഓസ്കർ ഡെൽറ്റ അദ്ദേഹത്തിന്റെ ആ നൈറ്റ് വിഷൻ എക്യുപ്മെന്റിലൂടെ ക്യാമ്പിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വെടിയുതിർത്ത ആ 2 ചെറുപ്പക്കാരും അവർക്കൊപ്പം പുറത്തിറങ്ങിയ മറ്റാളുകളും ഇപ്പോഴും ക്യാമ്പിന്റെ പുറത്തുണ്ട്. അവർ ക്യാമ്പിനകത്തേക്ക് കയറി പോയിട്ടില്ല. അവർ ക്യാമ്പിനകത്തേക്ക് കയറിയതിനു ശേഷം അറ്റാക്ക് ചെയ്യാം എന്നാണ് ഇതുവരെയും ഡെൽറ്റ കരുതിയിരുന്നത്. ഡെൽറ്റയും കൂട്ടരും ആ ക്യാമ്പിന് പുറത്തു നിൽക്കുന്ന ഭീകരന്മാരെ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സാവധാനം ക്യാമ്പിലേക്ക് നടന്നു തുടങ്ങി. സമയം ഏകദേശം 5 മണി ആകാറാവുകയാണ്. കഴിഞ്ഞ ദിവസത്തെ നിരീക്ഷണത്തിൽ നിന്ന് ഒരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ദിവസം 2 നേരമാണ് ആ ക്യാമ്പിലെ അംഗങ്ങൾ ഭക്ഷണം കഴിക്കുക. രാവിലെ 5 മണിക്കും ഉച്ചയ്ക്ക് 3 മണിക്കും. അവരുടെ ആദ്യത്തെ ഭക്ഷണം, അതായത് രാവിലെ 5 മണിക്കുള്ള ഭക്ഷണത്തിനുള്ള സമയമായിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സകലരും ക്യാമ്പുകളിലേക്ക് കയറുകയാണ്. ക്യാമ്പിന് പുറത്തുണ്ടായിരുന്ന മിക്കവാറും എല്ലാ ഭീകരന്മാരും ഇപ്പോൾ ക്യാമ്പിനകത്തേക്ക് കയറി കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് അവർ കടക്കുകയാണ്. ഈ സമയത്ത് ഡെൽറ്റയുടെ ടീമിലെ 40 ആളുകൾ ആ ക്യാമ്പിനെ ഏതാണ്ട് അർദ്ധവൃത്താകൃതിയിൽ പതുക്കങ്ങ് വളഞ്ഞു. ഇരുട്ടത്ത് നൈറ്റ് വിഷൻ എക്യുപ്മെന്റ് സഹായത്തോടുകൂടി അവർ നടക്കുമ്പോൾ അവർക്ക് മുന്നിലുള്ള കാഴ്ച പകൽ പോലെ കാണാം. അതേസമയത്ത് ക്യാമ്പിനകത്ത് ഭക്ഷണം കഴിക്കാനുള്ള പ്രിപ്പറേഷനിലേക്ക് ക്യാമ്പിലെ അംഗങ്ങൾ കടക്കുകയാണ്. ക്യാമ്പിന് പുറത്ത് 6 പേർ കാവലായിട്ടുണ്ട്. ആ 6 പേരും ക്യാമ്പിന്റെ മുന്നിൽ ഒരു മരത്തിന്റെ അടുത്തായി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ആ 6 അംഗ ടീം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടതും ഡെൽറ്റ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്ക് നിർദ്ദേശം കൊടുത്തു. അടുത്ത നിമിഷം ആ മനുഷ്യന്റെ കയ്യിലെ കാൾ ഗസ്റ്റാവ് റോക്കറ്റ് ലോഞ്ചറിൽ നിന്ന് ഒരു റോക്കറ്റ് ആ 6 പേർ നിൽക്കുന്ന ഭാഗത്തേക്ക് ചീറിപ്പാഞ്ഞു. ആ ഭീകരന്മാർ നിന്നതിന്റെ ഒത്ത നടക്ക് തന്നെ ആ റോക്കറ്റ് പതിച്ചു. ഒരു വൻ സ്ഫോടനമാണ് തുടർന്നുണ്ടായത്.
ആ റോക്കറ്റ് എക്സ്പ്ലോഷൻ കഴിഞ്ഞതും അവിടെ അങ്ങനെ 6 ഭീകരന്മാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതുപോലും വിശ്വസിക്കാൻ കഴിയാത്ത ശൈലിയിൽ അവിടെ ശൂന്യമാവുകയാണ്. ശരിക്കും ആ എക്സ്പ്ലോഷന്റെ ഫലമായി തറ ഒന്ന് കിടുങ്ങി. അതിഭീകരമായ ഒരു സ്ഫോടന ശബ്ദം സ്വാഭാവികമായിട്ടും അകത്തുണ്ടായിരുന്ന ആ ഭീകരന്മാര് കേട്ടു. തങ്ങൾ ഇതാ അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്ന് ആ ക്യാമ്പംഗങ്ങൾക്ക് തോന്നിയ ആ നിമിഷത്തിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. അവരെ ഏതാണ്ട് അർത്ഥവൃത്താകൃതിയിൽ വളഞ്ഞിരുന്ന നമ്മുടെ കമാൻഡോസ് അവർക്ക് നേരെ അസാൾട്ട് റൈഫിളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിറയൊഴിക്കാൻ തുടങ്ങി. നൈറ്റ് വിഷൻ ഗൂഗിൾസ് ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ കമാൻഡോസിന് മുന്നിലുള്ള വിഷ്വലുകൾ വളരെ വ്യക്തമാണ്. ആ ക്യാമ്പിനകത്ത് നിന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്ന ഭീകരന്മാരെയും നമ്മുടെ കമാൻഡോസിന് കൃത്യമായി കാണാം. അവർ ആ ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായി നിറയൊഴിക്കുകയാണ്. ഒരു സിംഗിൾ ഷോട്ട്, അത് കഴിഞ്ഞ് ഡബിൾ ടാപ്പിലെ ഡബിൾ ഷോട്ട്, ആ ശൈലിയിലാണ് വെടിവെപ്പ് നടക്കുന്നത്. ഓട്ടോമാറ്റിക് മോഡിലേക്ക് മാറ്റിയാൽ തുരുതുര വെടിവെക്കാം, പക്ഷെ ആ വെടിയുണ്ടെങ്കിൽ ചിതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ സിംഗിൾ ഷോട്ടുകളാണെങ്കിൽ ലക്ഷ്യം മാറത്തില്ല. അക്കാര്യത്തിൽ മുൻപരിചയമുള്ളത് കൊണ്ടാണ് ആ കമാൻഡോസ് ബോധപൂർവം സിംഗിൾ ഷോട്ടുകളും ഡബിൾ ഷോട്ടുകളും മാത്രം ടാർഗറ്റ് ചെയ്തത്. ഒന്നാമത്തെ ക്യാമ്പും രണ്ടാമത്തെ ക്യാമ്പും മൂന്നാമത്തെ ക്യാമ്പും വളരെ അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ക്യാമ്പിലേക്ക് നിറയൊഴിച്ചു തുടങ്ങിയ ആ നിമിഷത്തിൽ തന്നെ ഒരു ടീം രണ്ടാമത്തെ ക്യാമ്പിലേക്കും അതുപോലെ മൂന്നാമത്തെ ക്യാമ്പിലേക്കും നീങ്ങിയിരുന്നു. ഒരേ സമയത്ത് 3 ക്യാമ്പിലേക്കും തുരുതുര നിറയൊഴിക്കുകയാണ്. ഒന്നാമത്തെ ക്യാമ്പിനകത്തുണ്ടായിരുന്ന ക്യാമ്പ് അംഗങ്ങൾക്ക് തിരിച്ച് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പക്ഷേ മൂന്നാമത്തെ ക്യാമ്പിലെ ആളുകൾക്ക് ആയുധങ്ങൾ കയ്യിലെടുക്കാനുള്ള സമയം കിട്ടിയിരുന്നു. അവർ തിരിച്ചു നിറയൊഴിച്ചു. പക്ഷേ നമ്മുടെ കമാൻഡോസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി കാഴ്ചയുള്ള കണ്ണട വെച്ചിരിക്കുന്നവരാണ്. അവർക്ക് തങ്ങളുടെ മുന്നിലെ ലക്ഷ്യം കൃത്യമായി കാണാം. അടുത്ത 30 മിനിറ്റിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വെടിയുടെ ശബ്ദവും തീയും മാത്രമാണ്. ആ 3 ക്യാമ്പുകളിലേക്കും ചുറ്റും വളഞ്ഞു നിൽക്കുന്ന നമ്മുടെ കമാൻഡോസ് തുരുതുര നിറയൊഴിക്കുകയാണ്. 3 ക്യാമ്പുകൾക്ക് നേരെയും ഒരേ സമയത്ത് നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൂന്നാമത്തെ ക്യാമ്പിന്റെ അടിയിൽ നമ്മൾ സാധാരണ സൈന്യമൊക്കെ തയ്യാറാക്കും പോലെ ഒരു ബങ്കർ അവന്മാർ തയ്യാറാക്കിയിരുന്നു. വെടിയുണ്ടകളുടെ ഒരു മഴ തന്നെ അവന്മാർക്ക് നേരെ വന്നതും അവന്മാരിൽ പലരും ആ ബങ്കറിനകത്തേക്ക് ഓടിയിറങ്ങി. ബങ്കറിനകത്തേക്ക് അവർ ഓടിയിറങ്ങുന്ന കാര്യം മനസ്സിലാക്കിയ നമ്മുടെ കമാൻഡോസ് ഗ്രനേഡ് ലോഞ്ചറുകൾ അവയ്ക്ക് നേരെ തിരിച്ചതും ആ നിമിഷത്തിലാണ്. വളരെ അടുത്ത് നിന്ന് കൃത്യതയോടെ ആ ബങ്കറുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ ഗ്രനേഡ് ലോഞ്ചറുകളിൽ നിന്നുള്ള ഗ്രനേഡുകളുടെ ആക്രമണം ആരംഭിച്ചു. അതേ സമയത്ത് തന്നെ റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്നുള്ള റോക്കറ്റുകൾ വൻ സ്ഫോടനത്തോടുകൂടി ബങ്കറുകൾ തകർത്തു തുടങ്ങി. ഏകദേശം 25 മിനിറ്റ് ആയപ്പോൾ ലഫ്റ്റനന്റ് കേണൽ ഓസ്കാർ ഡെൽറ്റയ്ക്ക് ഒരു കാര്യം ഉറപ്പായി. ആദ്യത്തെ 2 ക്യാമ്പും പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. ആ 2 ക്യാമ്പിലും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ബാലൻസ് ഇല്ല. ആ 2 ക്യാമ്പിനെയും വളഞ്ഞിരുന്ന നമ്മുടെ കമാൻഡോസ് ആ 2 ക്യാമ്പിനെയും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. അടുത്ത 15 മിനിറ്റ് ആ എൻ്റെ ടീമിന്റെ ടാർഗറ്റും ആ മൂന്നാമത്തെ ക്യാമ്പിലാണ്. അറ്റാക്ക് തുടങ്ങി കൃത്യം 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡെൽറ്റ ഫയറിംഗ് സ്റ്റോപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. ആ സമയമായപ്പോൾ നമ്മൾ ഫയർ ചെയ്ത വെടിയുണ്ടകളുടെ എണ്ണം 15,000 കഴിഞ്ഞിരുന്നു. 15,000 റൗണ്ട് വെടിയുണ്ടകൾ, 150 ഗ്രനേഡുകൾ, 12 റോക്കറ്റുകൾ. ഇത്രയും കാര്യങ്ങളാണ് ആ ചുരുങ്ങിയ സമയത്തിനകത്ത് ആ 3 ക്യാമ്പുകൾ തകർക്കാനായി നമ്മൾ ഉപയോഗിച്ചത്. തകർക്കപ്പെടുന്ന ക്യാമ്പിനകത്ത് എത്ര ആളുണ്ടെന്ന് എണ്ണി നോക്കാൻ നിൽക്കണ്ട എന്നുള്ള പ്രത്യേക നിർദ്ദേശം ബിപിൻ റാവത്ത് ഡെൽറ്റയ്ക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മിഷൻ കഴിഞ്ഞതും ഡെൽറ്റൻ ടീമും അതിവേഗം അവിടെ നിന്ന് തിരിച്ചു. ഏകദേശം ഉച്ചയോടുകൂടി അവർ ഇന്ത്യൻ അതിർത്തിയിലെത്തി. ഇന്ത്യൻ അതിർത്തി കടന്ന് മുന്നോട്ട് പോയപ്പോൾ അവരുടെ മുന്നിൽ ഒരു ചെറിയ കട കണ്ടു. അവിടെ ബിയറൊക്കെ വിൽക്കുന്ന കടയാണ്. ആ കടയിൽ നിന്ന് ബിയർ വാങ്ങിച്ച് ഡെൽറ്റ എല്ലാ സംഘങ്ങൾക്കും കൊടുത്തു. എല്ലാ സംഘങ്ങൾക്കും ആ ബിയർ കൊടുക്കുമ്പോൾ ഡെൽറ്റ ആ ബിയറിൽ വെറുതെ ഒന്ന് നോക്കി. ആ ബിയറിൽ എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഇൻ മ്യാൻമാർ എന്നാണ്. അത് വായിച്ചപ്പോൾ അറിയാതെ ഒരു പുഞ്ചിരി ഡെൽറ്റയ്ക്ക് ഉണ്ടാവുകയാണ്. ഡെൽറ്റൻ ടീമും വെടിവെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് നേരത്തെ അവർ അറസ്റ്റ് ചെയ്ത ആ 5 ഹണ്ടേഴ്സിനെയും അവിടുന്ന് ഒഴിവാക്കിയിരുന്നു. ഹണ്ടേഴ്സിനുണ്ടായ നഷ്ടം പരിഹരിക്കാനായി അവർക്ക് ഓരോരുത്തർക്കും 5,000 രൂപ വീതവും ഡെൽറ്റ കൊടുത്തിരുന്നു. ഡെൽറ്റയ്ക്ക് അവരുടെ കയ്യിരിക്കുന്ന സാധനങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് അവർ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് പോയത്. ഡെൽറ്റ ആ ഹണ്ടേഴ്സുമായി മനഃപൂർവ്വം ഒരു ബന്ധം ഉണ്ടാക്കി വെക്കുകയാണ്. ഡെൽറ്റയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്താൻ പറ്റുന്ന 5 ചാരന്മാരെ യഥാർത്ഥത്തിൽ ആ രാത്രിയും പകലും കൊണ്ട് ഡെൽറ്റ അവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം. ഡെൽറ്റയും ടീമും ബിയർ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെൽറ്റ വിവരം ബിപിൻ റാവത്തിന് റിപ്പോർട്ട് ചെയ്തു. ബിപിൻ റാവത്ത് ഉടൻ തന്നെ ആ ടീമിനെ അധികം നടക്കാൻ സമ്മതിക്കാതെ ഒരു ഹെലികോപ്റ്റർ അയച്ച് അവിടെ നിന്ന് പോക്കി നേരെ ഇംഫാലിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും ഊഷ്മളമായ ഒരു സ്വീകരണമാണ് ഡെൽറ്റയ്ക്കും ടീമിനും
അവിടെ ഒരുക്കിയിരുന്നത്. ആ സ്വീകരണങ്ങൾ നടക്കുമ്പോൾ തന്നെ ഡെൽറ്റ വിപിൻ റാവത്തിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പോകണം. ഡെൽറ്റ വിപിൻ റാവത്തിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് കാറിൽ താഴ്വാരത്തേക്ക് വരുമ്പോൾ ഡെൽറ്റയുടെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 4 മണിക്കൂർ ആവുകയാണ്. രാവിലെ ആ ക്യാമ്പിലെ ആക്രമണം നടത്തിയതിനു ശേഷം ഡെൽറ്റ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നടക്കുന്ന സമയത്തായിരുന്നു ഡെൽറ്റയുടെ അമ്മയുടെ ഓപ്പറേഷൻ. അമ്മ സുഖമായിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷമാണ് ഡെൽറ്റ തിരിച്ച് മുകളിലേക്ക് വരുന്നത്. ഡെൽറ്റയും ടീമും മണിപ്പൂരിൽ നിന്നും മ്യാൻമാറിൽ പോയി അവിടുത്തെ ക്യാമ്പ് ആക്രമിക്കുന്ന അതേ സമയത്ത് തന്നെ നാഗാലാൻഡിൽ നിന്ന് മറ്റൊരു ടീമും മ്യാൻമാറിലേക്ക് പോയിരുന്നു. പക്ഷെ അവർക്ക് ഭാഗ്യം ഉണ്ടായില്ല. അവിടെ അവർ ചെല്ലുമ്പോൾ ക്യാമ്പിൽ ആളുണ്ടായിരുന്നില്ല. രഹസ്യം ചോർന്നതാണോ അതോ ക്യാമ്പിൽ നിന്ന് ആ ഭീകരന്മാർ സ്വാഭാവികമായിട്ട് മാറിയതാണോ എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. എന്നിരുന്നാലും മ്യാൻമാറിലെ ആ 3 ക്യാമ്പുകളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 40 ഭീകരന്മാരെങ്കിലും വകവരുത്തി കാണുമെന്നാണ് ഇന്ത്യയുടെ ഒരു കണക്കൂട്ടൽ. ഇന്ത്യ ഒരിക്കലും എത്ര പേരെ കൊന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ആ കാര്യം മ്യാൻമാറും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം പിറ്റേന്ന് ചാരന്മാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. മ്യാൻമാർ ആർമിയുടെ ട്രക്കുകളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ബോഡി കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് ചാരന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മ്യാൻമാർ അതിനെക്കുറിച്ച് ഇന്ത്യയോട് ചോദ്യം ചോദിച്ചില്ലെങ്കിലും ഇന്ത്യൻ സർക്കാർ പതിവില്ലാത്ത വിധം ഒരു പത്രസമ്മേളനം നടത്തി. ഇന്ത്യ മ്യാൻമാറിനകത്ത് കയറി ഭീകരന്മാരെ കൊന്ന കാര്യം ആദ്യമായി ആർമിയുടെ പത്രസമ്മേളനം വഴിയാണ് ലോകം അറിയുന്നത്. ലോകം അറിഞ്ഞ ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഈ കഥയിലെ കഥാനായകനായ ലഫ്റ്റനന്റ് കേണൽ ഡെൽറ്റയ്ക്ക് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതി കീർത്തിചക്ര സമ്മാനിക്കുകയുണ്ടായി. കീർത്തിചക്ര ലഭിക്കുന്ന സൈനികരുടെ കഥകൾ വായിക്കുമ്പോഴും അത് നിങ്ങളോട് പറയുമ്പോഴും വല്ലാത്തൊരു ഊർജ്ജം അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റുകൾ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എംലൈഫിൽ നിന്ന് മ്യാൻമാർ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.